ഉത്തിതനായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദൈവിക വെളിപ്പാടാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ. ഉൽപ്പത്തി ഗ്രന്ഥവും രാജാക്കന്മാരുടെ പുസ്തകവും വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനവും വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷവും ഇവിടെ നിന്നുള്ള വായനകൾ വളരെ ആന്തരിക അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ യാത്ര തിരിക്കാൻ നമ്മെ സഹായിക്കുന്നവയാണ്. ഉൽപ്പത്തി ഗ്രന്ഥം 9-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ് ആദ്യ വായനയായി നാം കാണുന്നത്. നീതി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ, തിന്മയെ വെറുക്കുന്ന ഒരു ദൈവത്തെ, തിന്മയെ വെറുക്കുന്നതോടൊപ്പം തന്നെ തനിക്കായി നീതി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ ഒരുക്കുന്ന ദൈവം, തൻ്റെ സമൂഹത്തെ ഒരുക്കുന്നതോടൊപ്പം ജീവജാലങ്ങളോട് അവിടുന്ന് പുതിയ ഒരു ഉടമ്പടി സൃഷ്ടിക്കുന്നു. ഇനി ഒരിക്കലും ഈ ഭൂമുഖത്തെ ജലത്താൽ നശിപ്പിക്കുകയില്ല എന്ന്. ആ ഉടമ്പടി സ്ഥിരീകരിക്കുവാൻ പ്രകൃതിയിൽ തന്നെ അവിടുന്ന് കയ്യൊപ്പ് ചാർത്തുന്നു. ആ കയ്യൊപ്പാണ് ഇന്ന് നമ്മൾ വീക്ഷിക്കുന്ന മഴവില്ല്. ദൈവത്തിൻ്റെ തിരുമനസ് ഒരിക്കലും മാറുന്നില്ല. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. വിശുദ്ധ അഗസ്തീനോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം ഒരിക്കലും മനുഷ്യനെ പോലെ മനസ്സ് മാറുന്നവനല്ല, വാഗ്ദാനങ്ങളിൽ അവൻ എന്നും വിശ്വസ്തനാണ്. വിശുദ്ധ പത്രോസിനെ നമുക്കറിയാം, ഈശോയെ ദൈവത്തിൻ്റെ പുത്രനായി, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറഞ്ഞ് കുറെ കഴിയുമ്പോൾ അവനെ തള്ളിപ്പറയുന്നവനായിട്ടാണ് പത്രോസിനെ നമ്മൾ കാണുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ അപ്രകാരമല്ല. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നമുക്ക് അവിടുന്ന് നൽകിയ അപരിമയമായ വാഗ്ദാനമാണ് പരിശുദ്ധ കുർബാനയിൽ അവൻ്റെ കയ്യൊപ്പ് ചാർത്തി സ്വന്തം ശരീരമായി മാറ്റുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആയതിനാൽ ഈ ശരീരത്തിൽ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നുവെന്ന് പുരോഹിതന്റെ നാവിനാൽ പറയുമ്പോൾ തന്നെ പത്രോസോ പൗലോസോ നൽകുന്ന വാഗ്ദാനമല്ല ദൈവത്തിൻ്റെ വാഗ്ദാനം, ക്രിസ്തുവിൻ്റെ വാഗ്ദാനം. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുകയാൽ അവൻ അവിടെ സാന്നിധ്യം അറിയിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2-ാം വായനയിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഏലിയാവിനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വർഗീയ യാത്രയിൽ അഗ്നിരഥങ്ങൾ അദ്ദേഹത്തെ സംഭവിക്കുമ്പോൾ തൻ്റെ അരുമ ശിഷ്യന് വേണ്ടി സ്വന്തം മേലങ്കി ഉപേക്ഷിച്ച് ഭൂമുഖത്ത് നിന്ന് വിട്ടുപോകുന്ന ഏലിയാവ് ഇവിടെ യേശുവിൻ്റെ പുനരുദ്ധാനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് സഭാപിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭൂമിയുടേതായ എല്ലാം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് ഒരു ആന്തരിക പരിവർത്തനമാണ് ഏലിയാവിന് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് വിശുദ്ധ അത്തനേഷ്യസിന്റെ വാക്കുകൾ അനർത്ഥമാകുന്നത്. ദൈവം മനുഷ്യനെ ദൈവമാക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി പിറന്നു. അക്ഷരാർത്ഥത്തിൽ ഈ വാക്യം ഇവിടെ നമുക്ക് ഇരട്ടിയായ സന്തോഷം പകർന്നു നൽകുന്നതാണ്. അധപതിച്ച സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടേതായ തെറ്റിദ്ധാരണകളും നമ്മൾ മറ്റുള്ളവരെ നേടിയെടുക്കുവാനും അവരുടെ മേൽ ആധിപത്യം സൃഷ്ടിക്കുവാനുമായി പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വിശുദ്ധ അത്തനേഷ്യസ് ഓർമ്മിപ്പിക്കുന്നു, ദൈവം നമ്മെ ദൈവമാക്കാൻ വേണ്ടിയാണ് മനുഷ്യനായി പിറന്നത് എന്ന്. മത്തായിയുടെ സുവിശേഷം 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് പറഞ്ഞ ദൈവം ആ പരിപൂർണതയിലേക്ക് നമ്മെ നയിക്കുവാൻ മനുഷ്യനായി പിറന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്തൃ ശുശ്രൂഷകരായി വിളിക്കപ്പെട്ടവരും ക്രിസ്ത്യാനികളായ നാം എല്ലാവരും ഈ ശുശ്രൂഷ മനോഭാവത്തിലേക്ക്, മറ്റുള്ളവരെ പിതാവായ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നയിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു ദൗത്യം സ്വീകരിച്ചവരാണ് നാം എല്ലാവരുമെന്ന് മനസ്സിലാക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്. വാഗ്ദാന വിമോചന പ്രഖ്യാപനമാണ് അവിടെ പൗലോസ്ലീഹ ഒരു പരിധിവരെ നടത്തുന്നത്. പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ പാപത്തെയും മരണത്തെയും അതിജീവിപ്പിക്കാനുള്ള നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന വഴികളുടെ പ്രാധാന്യമാണ് വിശുദ്ധ പൗലോസ്ലീഹ ഈ ചുറ്റുറ്റ വാക്കുകളിലൂടെ നമ്മളോട് ഉണർത്തിക്കുന്നത്. സുവിശേഷത്തിലേക്ക് നമ്മൾ കാതുകൾ കോർക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അധികാരമുള്ള ദൈവപുത്രനെയാണ് നാം കണ്ടുമുട്ടുന്നത്. ഇവിടെ ദൈവപുത്രനെ കണ്ടുമുട്ടുമ്പോൾ
ദൈവം നമ്മളോട് നീതിയുടെ പ്രബുദ്ധരായി ജീവിക്കുവാൻ നമ്മളെ അഭിസംബോധന ചെയ്യുകയാണ്. നീതിയുടെ പാത സ്വീകരിക്കുവാനും പരിവർത്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ആഹ്വാന സജീവമായ ഒരു ജീവിതത്തിലേക്ക് അനുധാവനം ചെയ്യുവാനും കൂടെ ഈശോ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഓർക്കുക, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് ഈശോ അവളോട് പറയുകയാണ്, സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ ഇനി പാപം ചെയ്യരുത്. അവിടെ നീതിയുടെ വഴി തിരഞ്ഞെടുക്കുവാൻ ഈശോ പറയുമ്പോൾ അവളോട് ഒരു പരിവർത്തനമാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത് നീതിയുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പരിവർത്തനം ആവശ്യമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കുന്ന ഒരു പരിവർത്തനമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞ് കൂദാശകളിലൂടെ സജീവമായി നമ്മിൽ പ്രജ്വലപ്പെടുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ താണു കൊടുക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് നീതി നടത്തി കൊടുക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് നന്ദിയും വിനയമുള്ളവരായി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ ഉടമ്പടി സ്വീകരിക്കാൻ നാം ശ്രമിക്കണം. ഈശോ ആകുന്ന ആ ഉടമ്പടി, പരിശുദ്ധ കുർബാനയുടെ പുതിയ ഉടമ്പടി, അത് ഒരിക്കലും നമ്മൾ മുടക്കരുത്. പത്രോസും പൗലോസും വാക്കുകൾ മാറ്റാം, എങ്കിലും ഈശോ വാക്ക് മാറ്റില്ല. പുരോഹിതൻ ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ നിമിഷം അവൻ ഇറങ്ങി വരും. അവൻ്റെ കയ്യൊപ്പ് ചാർത്തും അവൻ്റെ ശരീരമാക്കി മാറ്റും, അവൻ്റെ രക്തമാക്കി മാറ്റും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു പ്രേമലേഖനമായി അവൻ ഒട്ടിച്ചേർന്ന് നമ്മിൽ അവൻ വസിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വാഗ്ദാനത്തിൽ അധിഷ്ഠിതമായ ദൈവത്തിൻ്റെ സ്നേഹവും അതിലുപരി ദൈവത്തിൻ്റെ കരുണയും ധ്യാനിക്കുന്ന നിമിഷമാണ് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് പകർന്നു നൽകുന്ന ജ്ഞാനം. ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവം നമ്മൾ സൃഷ്ടിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ പുതിയ ഉടമ്പടിയിലേക്ക് അനുദിനം നമുക്ക് അനുധാപനം ചെയ്യാം. നല്ലവനായ ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.